ഇന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വീട്ടിൽ ഭുവനേശ്വരി പൂജ നടത്തുന്ന ദിവസമാണ്. നല്ല മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ. ഞങ്ങൾ അന്ന് 2 അമ്പലത്തിൽ പോയി. ഒന്ന് ചാലിശ്ശേരി ഭഗവതി ടെമ്പിളിൽ ഞങ്ങൾ പോയി. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയാ, കൊടിക്കുന്നിൽ ഭഗവതി ക്ഷേത്രത്തിലാണ് പോയത്. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ, ആ മഴയും അമ്പലവും എല്ലാം കൂടെ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. വൈകിട്ട് പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഏതോ ഒരു പടത്തിൽ പറയുന്ന പോലെ വൈകുന്നേരം പൂജയ്ക്കുള്ള ഫലമൂലാദികളൊക്കെ ഞങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. തെച്ചിയും തുളസിയും ഒക്കെ വേണമായിരുന്നു. അപ്പം ഞാനും അച്ഛനും ബിന്ദുവും സുസ്മുവും എല്ലാം കൂടെ കുറേ പൂക്കളൊക്കെ പറിച്ച് അതിനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. മ്യൂസിക് ഒന്ന് മാറ്റി പിടിച്ചാലോ? ട്രാക്ക് മാറ്റട്ടെ. വീടിൻ്റെ ഉമ്മറത്ത് ഇത്തരം പരിപാടികളൊക്കെ നടക്കുമ്പോൾ അകത്ത് അതിനേക്കാൾ ധൃതി പിടിച്ച പണിയാണ് നടക്കുന്നത്. എന്തൊക്കെയോ കാര്യമായിട്ട് കുക്ക് ചെയ്യുന്ന പരിപ്പുവട, ഉഴുന്നുവട എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ഭുവനേശ്വരി പൂജയ്ക്ക് ഭുവനേശ്വരിക്ക് കഴിക്കാനാണ്. എന്നാൽ സത്യത്തിലല്ല. എല്ലാവരും ഒത്തുകൂടിയപ്പോൾ കുറച്ച് പേർക്ക് പരിപ്പുവട, കുറച്ച് പേർക്ക് ഉഴുന്നുവട എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി ആരെയും പിണക്കണ്ടെന്ന് കരുതി ഉഴുന്നുവടയും പരിപ്പുവടയൊക്കെ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടെ ട്രാക്ക് മാറ്റാം. ഓക്കെ, ഇവിടെ ഇത്രയും സംഭവങ്ങൾ നടക്കുമ്പോൾ മുറ്റത്ത് വേറൊരു സംഭവം നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചൂട് ചായയും പരിപ്പുവട ഉഴുന്നുവടയൊക്കെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. ഇനി എല്ലാവരും കഴിക്കാൻ മാത്രം വന്നാൽ മതി. മോന്തിയായിട്ടുള്ളൊരു മധുരമിടാ ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദനെ. ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാ ചായയിൽ പങ്കുചേരുവാൻ. നല്ല സുഖമുള്ളൊരു വൈകുന്നേരമായിരുന്നു കേട്ടോ. നല്ല മഴയും തണുത്ത കാറ്റും പിന്നെ നല്ല ചൂട് ചായ, കോഫി, പരിപ്പുവട, ഉഴുന്നുവട, പിന്നെ ഞങ്ങളും. എവിടെ ഭുവനേശ്വരി പൂജ എന്ന് ചോദിക്കുന്നവരോട് അടുത്ത പാർട്ടിൽ കേട്ടോ. അപ്പോൾ ഇന്നതിൻ്റെ ഇടയ്ക്ക് ഒരു വലിയ പരിപാടി കൂടെ ഉണ്ട്. കുറച്ച് പേര് അയ്യപ്പനെ കാണാൻ പോകും. അപ്പോൾ അതിൻ്റെ മാലയിടൽ ചടങ്ങ് കൂടെ ഇന്നുണ്ട്. അങ്ങനെ നേരെ നമ്മൾ നമ്മുടെ സ്വന്തം ആൾക്കാരുടെ അടുത്തെത്തി. ശ്രീ മഹാവിഷ്ണു അന്തി മഹാകാളൻ കാവ്, നമ്മുടെ സ്വന്തം സ്ഥലം. അവരോടൊന്നും പറയണ്ട, അവർക്കെല്ലാം അറിയാം. അങ്ങനെ ഭുവനേശ്വരി പൂജ തുടങ്ങി. പൂജയ്ക്കൊരു വിശിഷ്ടാതിഥി ഉണ്ടായിരുന്നു. ദുബായിൽ നിന്നും കടൽ കടന്നു വന്ന ഒരതിഥി.
ഇത് തീർന്നില്ലേ? അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് പ്രസാദം ഉണ്ടാക്കുന്ന ചടങ്ങ് ഞങ്ങൾ ഇവരുടെ തലയിൽ കെട്ടിവെച്ചു.